സാറ് അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്നുണ്ട്. എല്ലാം ശരിയാവും. ഒന്നുകൂടി പറയാമോ നമ്പർ? 9847 9847 0336 0336 55. 55. ഓക്കെ, ശരി. പോലീസ് ഇപ്പൊ എത്തിട്ടോ. അവിടെ എത്തിയിട്ട് ഈ നമ്പറിലേക്ക് ഞങ്ങൾ തിരിച്ചു വിളിക്കും. ഓക്കെ ശരി സാറേ. സാറേ, എന്താ സാറേ? ആശാമ്പടിയിൽ പ്രശ്നം നടക്കണം. എന്താണ്? ഒരുത്തൻ വെട്ടുകത്തിയായിട്ട് പെണ്ണുമ്പിള്ളനെ വെട്ടാൻ വേണ്ടി നടക്കണം. പൊന്നെ, എന്നിട്ട് വെട്ടിയിട്ടില്ല. എത്രയും പെട്ടെന്ന് പാർട്ടിന് വിടും സാർ. ഏത് പാർട്ടിനെ? ഇവിടെയും കാര്യമില്ല. മൊബൈലോട് പൈലറ്റിന് പോയി, വേറെ വണ്ടിയില്ല. സാർ ചെന്തിലെങ്കിൽ അവിടെ ഭയങ്കര സീനാവും. നീ വെറുതെ പെടിപ്പിയില്ല പ്രസാദേ. മനോജ് സാറേ, ദേ ആശാമ്പടിക്കൽ ബേളം നടക്കണം. ഒരുത്ത അവന്റെ പെണ്ണുമ്പിളെ വെട്ടാനോ ഓടിക്കുക. എന്താ ചെയ്യണേ? കേട്ടു. ഞാൻ എന്ത് ചെയ്യാനാ? ഐപിയോട് പറ. ഒരു പുതിയ ഡ്രസ്സുകൾക്കോ അല്ലെങ്കിൽ തിന്നാനോ കുടിക്കാനോ എന്തെങ്കിലും ഒരു കുറവ് ഈ നിമിഷം വരെ വരുത്തിയിട്ടുണ്ടോന്ന് സാറിന് ചോദിച്ചു നോക്ക്. എന്താ ശിവ? സാർ, ആശാമ്പടിക്കൽ വീട്ടിൽ ബഹളം നടക്കുക. ഒരുത്തൻ അവന്റെ ഭാര്യനെ വെട്ടാനോ ഓടിക്കുക. അതാ തെണ്ടിയാവും. ആ താടി കലേശം കുഞ്ചൊന്ന് നോക്കി. സാറേ, വണ്ടിയില്ല. 2 വീലറിൽ പൊക്കൂടെ? സാർ, മഴയാണ് സാർ. കോട്ടില്ലടോ സാർ. ഈ മഴയത്ത് 2 വീലർ പോകാൻ സാറ് പറയണേ. എന്താ ചെയ്യണേ? ഓനെ സാധിക്കേ, നിന്റെ കാർ എടുക്കടാ. അല്ലെങ്കിൽ തന്നെ കേസെഴുതി മരിക്കുക. വല്ല വള്ളിയാണ് മുമ്പ് പോയിട്ട് വരാം. ഒന്ന് വാടാ. സാറ് വെറുതെ നാവിടുത്ത് ഓരോന്ന് പറയില്ലേ? അല്ലെങ്കിൽ ഇതിനെ കേസ് കൊണ്ട് തലക്കൂടെ പ്രാന്ത് പിടിച്ചിരിക്കും. നീ വാടാ സാധിക്കേ. ഒന്ന് പോ സാറേ. അവിടെ വരെ പോയിട്ട് വരണമെങ്കിൽ 10-16 കിലോമീറ്റർ ഓടണം. 100 പെട്രോളിൻ്റെ എത്തുകയില്ല. ഞാൻ കാർ എടുക്കുകയില്ല. എടാ, പെട്രോളൊക്കെ ഞാൻ അടിച്ചു തരാം. നീ വാ. എല്ലാം GD തലയല്ലേ? ഒന്ന് ചെല്ല് സാധിക്കേ. കുരിശായ എല്ലാവർക്കും പണിയല്ലേ? പ്രസാദേ, ദേ സാറ്. അവന്റെ നമ്പർ പറഞ്ഞേ. 88 സാർ 631 24 25. കാണാപാടാണ്. പുറത്ത് പെറ്റീഷൻകാരുണ്ടോ? 8ഓളം പേരുണ്ട്. ഒരു കാര്യം ചെയ്യാം, വനിതോട് വരാൻ പറഞ്ഞേ. ശരി സാർ. വനിതാ സാറേ, IP വിളിക്കുന്നുണ്ട്. സാറ് ഇത് രണ്ടൊന്ന് വാങ്ങി തരണേ. ഒരെണ്ണം കാർമലും ഒരെണ്ണം രാജഗിരിയാ. ഇപ്പം ആര് വിടും? സാധിക്ക് പോയി വരട്ടെ, അവന് വിടാം. ചെല്ല്, IP എന്തിനാ അന്വേഷിച്ച് നോക്കും. സാർ. എന്താ ചെയ്യാവനിത്? പണ്ട് പാമ്പിൻ്റെ വണ്ടിയുടെ കഥ പറഞ്ഞ അവസ്ഥയാ. രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുത്തുന്നല്ലാതെ കരക്കെടുക്കുന്ന ലക്ഷണമൊന്നുമില്ല. പുറത്താണെങ്കിൽ ഒരുപാട് പെറ്റീഷൻകാർ വെയിറ്റിംഗാ. ഒരു കാര്യം ചെയ്യും, വനിതന് ഇത് ഹാൻഡിൽ ചെയ്യും. ഇതാ തെണ്ടിയുടെ നമ്പറാ. മറ്റേ ഒന്ന് വിളിപ്പിക്കേ. വരുമ്പോൾ എനിക്കൊന്ന് കാണണവനെ. വരൂ. ശരി. അതെ പ്രസാദ് സാറേ, ഈ നമ്പറിലൊന്ന് വിളിച്ചിട്ടേ ഇയാളോടൊന്ന് വരാൻ പറ. ഒരു കേസിന്റെ കാര്യം പറയാനെന്ന് പറഞ്ഞു. ഇതെന്താ കേസ്? അത് പിന്നെ പറയാം. ഈ കേസിനാണോ സാധിച്ചല്ല? അല്ലല്ല, അത് പെറ്റീഷൻകാരെ വിളിക്കാനായിരിക്കും. ഇവിടെ നിൽക്കട്ടോ, ഒരു മിനിറ്റ്. എൻ്റെ മനാഫേ, ഈ സ്റ്റേഷനിലേക്ക് GD കയറാൻ ഞങ്ങൾ 6 പേരല്ലേ ഉള്ളൂ. ഞങ്ങൾ തന്നെ വേണ്ട ഇവിടെ വരുന്ന കേസെല്ലാം എഴുതി തീർക്കാൻ. ഒന്ന് പറയാൻ എല്ലാ സ്റ്റേഷനിലെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. മറ്റുള്ള സ്റ്റേഷനിലെ അവസ്ഥയൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഇങ്ങനൊരു ദുരവസ്ഥ എൻ്റെ അറിവിൽ ഒരു സ്റ്റേഷനിലും ഇല്ല. കേസ് എഴുതാനുള്ള മടി കൊണ്ട് തർക്കിക്കുകയാണെന്ന് വിചാരിക്കരുത്. മറ്റുള്ള ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ മനാഫേ ഞങ്ങൾ ഈ കേസ് എഴുതാതിരിക്കുന്നത്. അതിൻ്റെ ഒരു ഡിലേ ആയതൊക്കെ എല്ലാം അറിയാവുന്ന നീയും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വലിയ കഷ്ടമാട്ടോ. നാളെ പള്ളി ഡ്യൂട്ടിക്ക് ആളെ പറഞ്ഞു. ഇതുവരെ ഇല്ല സാറ് റിക്വസ്റ്റ് ഒന്ന് എടുത്തു തരണേ. അതെന്താ കേസ്? അത് വലിയ കഥയാ, പറയാം. റജി, ഹുസൈൻ സാർ എന്തിനാ സിക്കിയത്? വീട് പണിക്കോ മക്കളുടെ കല്യാണം നടത്താനൊന്നുമല്ലല്ലോ, ഫയൽ എഴുതി തീർക്കാനല്ലേ. പിന്നല്ലാണ്ട് മറ്റേത് സർക്കാർ ജോലിക്കാർക്കുണ്ട് ഈ ഒരു അവസ്ഥ? പരിതേ, ഇവർ ഈ ചാടിക്കേറി ആ ഫയൽ എടുക്കുക ഈ ഫയൽ എടുക്കുന്നൊക്കെ പറയുമ്പോൾ മിണ്ടായിരിക്കല്ലോ. അത് ശരിയാ. വാ തുറന്ന് കാര്യം പറയണം. മിണ്ടാതിരുന്നാലേ നമ്മൾ ജോലി ചെയ്യുന്നില്ലെന്ന് നമ്മൾ തന്നെ സമ്മതിക്കും പോലെ ആവും. പുറം ഡ്യൂട്ടിക്കിട്ട് ഒഴുകിച്ചാലേ കേസൊക്കെ പെൻഡിങ് ആവും. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 27 വർഷമായി. ഈ 27 വർഷത്തിൽ ചേച്ചിയെ ചേട്ടൻ എത്ര തവണ തല്ലിയിട്ടുണ്ട്? കുറേ പ്രാവശ്യം തല്ലിയിട്ടുണ്ട്. കുറേ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ? കുറേ പ്രാവശ്യം. ഈ കുറേ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അതിനൊരു എണ്ണമില്ലേ? കുറേ പ്രാവശ്യം. നോണയാ സാറേ, ഞാൻ 2 തവണ മാത്രമേ തല്ലിയിട്ടുള്ളൂ. സത്യമാണോ? സത്യമോ സാറേ? എൻ്റെ അമ്മയാണ് സത്യം. 2
2 പ്രാവശ്യമേ ഞാനവിടെ തല്ലിയിട്ടുള്ളൂ. ഈ 2 പ്രാവശ്യം തല്ലിയത് എന്തിനായിരുന്നു? ആദ്യം ഒരു 10 കൊല്ലം മുമ്പാ, അമ്മയുള്ള കാലത്ത്. ഇവിടെ അമ്മയായിട്ട് വഴക്കുണ്ടാക്കി. അന്നേരോ പിന്നെ ഇപ്പോഴാ. ആ പറഞ്ഞത് നേരാണോ? അതെ, സ്ത്രീകളെ തല്ലുന്ന വലിയ മിടുക്കുള്ള കാര്യമൊന്നുമല്ല. ആണോ? ഇന്നലെ തല്ലിയത് എന്തിനായിരുന്നു? കുറേ നാളായിട്ട് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. എപ്പോഴും തല്ലുപിടുത്തവും ചീത്തു വിളിക്കലുമാണ്. കൊച്ചുങ്ങളെ കൊണ്ട് പോലും സംസാരിപ്പിക്കത്തില്ല. പക്ഷെ തല്ലിയ കാരണം പറഞ്ഞില്ല. ഒരു കാരണവുമില്ല. ഒരു കാര്യമില്ലേ? ഇല്ല. നുണ പറയരുത്. ഞാൻ പറയാം സാറേ, ഇവക്ക് വീടിനടുത്തുള്ള ഒരാളായിട്ട് പ്രേമമാണ് സാറേ. 2 പ്രാവശ്യം ഞാൻ താക്കീത് കൊടുത്താണ്. പിന്നെയും ഇവിടെ അവനോട് ഫോണിൽ സംസാരിച്ചത് കണ്ടപ്പോൾ സഹിച്ചില്ല. ഞാൻ തല്ലി. നേരാ, തിരിച്ചെന്നെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ ഞാൻ തള്ളി. അപ്പോഴാണ് വീണ് നെറ്റുപൊട്ടിയത്. ഈ പറഞ്ഞ സത്യമാണോ? ഹലോ, അതെ, നിന്റെ മോൾ എടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. ഒന്ന് ഹോൾഡ് ചെയ്യും. ഒരു മിനിറ്റ്, ഇപ്പോൾ വരാം. എന്താ മോളു? മമ്മി എന്താ വരാത്തെ? നമുക്ക് കല്യാണത്തിന് പോവണ്ടേ? വേഗം വാ. മമ്മി ഇന്നലെ നൈറ്റ് ജിഡിക്കല്ലേ കയറിയേ? നൈറ്റ് ജിഡിക്ക് കയറിയ ഉച്ചയ്ക്ക് 2 മണി വരെ ഡ്യൂട്ടിയാണെന്ന് മോളൂന് അറിയില്ലേ? അറിയാം. ഞാൻ പപ്പ കാണാതെ സാൻഡിയുടെ അടുത്ത് വന്നേക്കണ. അവള് പപ്പയും മമ്മിയും മമ്മീനെ വഴക്ക് പറയുന്ന കേട്ടിട്ട് എനിക്ക് സങ്കടം വരാ. സാരില്ല കേട്ടോ, മമ്മിയുടെ മോള് വിഷമിക്കണ്ട. അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ. മോനോട് മോനൂന് പപ്പ ഡ്രസ് അടിക്കുന്നു. ഞങ്ങളിപ്പോ കല്യാണ വീട്ടിലേക്ക് പോവും. അപ്പൊ മമ്മി കല്യാണത്തിന് വരുന്നില്ലേ? മമ്മി എത്തിക്കോളാം, നിങ്ങൾ ചെന്നോട്ടോ. ഫോണിൽ കൂടെയൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് മുത്തം കൊടുത്താ വിസിറ്റേഴ്സ് ഒക്കെ വെറുതെ സംശയിക്കൂട്ടെ. അവര് സംശയിച്ചോട്ടെ, നേതാവിന് സംശയമൊന്നുമില്ലല്ലോ. എനിക്ക് സംശയമൊന്നുമില്ല. വനിതാ മേഡമായിട്ട് സംശയിക്കാനൊരു വക വേണ്ടേ? എവിടെ കാണാനേ ഇല്ലല്ലോ, ചുളു അടിച്ചടക്കല്ലേ. പിന്നെ ചുളു സെക്കൻഡ് പാറാവ. 8ഓളം സമൻസും സർവ് ചെയ്തിട്ടുള്ള വരവ. 1.5 പാറാവും. റെസ്റ്റ് സമയം ഈ പ്രോസസ്സും. ദേ ഇവനെ ഞാനായതുകൊണ്ട് വെടിവെച്ച് കൊല്ലുന്നില്ല. കുറുന്തോട്ടിക്ക് വാതോടെയും മറ്റുള്ളവരുടെ കാര്യം പറയണം. പുതിയ പേ കമ്മീഷനിൽ പോലീസുകാർക്ക് വല്ല ഗുണമുണ്ടാവോ? പിന്നെ എന്താ സംശയം? ഉറപ്പായിട്ട് ഗുണമുണ്ടാവും. പേ കമ്മീഷനിൽ അസോസിയേഷന്റെ ശക്തമായ ഇടപെടലും നിർദ്ദേശങ്ങളും ഉണ്ടാവും, അല്ലേ നേതാവേ? മനാബ് സാറേ, റൈറ്റർ നമുക്ക് കിട്ടുന്ന നൈസായിട്ട് താങ്ങിയതാണല്ലേ. ആ റിസ്ക് അലവൻസ് ഒന്ന് കൂട്ടി തന്നാൽ മതി. അല്ലെങ്കിൽ ആ അലവൻസ് അങ്ങ് ക്യാൻസൽ ചെയ്താലും മതി. സ്വയം പുച്ഛം തോന്നുന്ന ഒരു ഏർപ്പാടാത്. 100 കൊലുവ. പിന്നെ പറഞ്ഞ കറക്റ്റാ. ഈ മൃഗസംരക്ഷണ വകുപ്പിലൊക്കെ നമ്മുടെ 4 ഇരട്ടി റിസ്ക് അലവൻസ്. ഇന്നേ വരെ ആ വകുപ്പിൽ ആരെങ്കിലും പശുകുത്തിയെന്നോ കാളകുത്തിയെന്നോ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഒരു വർഷത്തിലെ ഡ്യൂട്ടിക്കിടെ എത്ര പോലീസുകാർ ജീവന പോകുന്നു? ടെൻഷൻ അടിച്ച് പോകുന്നവരുടെ കണക്ക് വേറെ. എന്നിട്ടും ഈ നക്കാപ്പിച്ച പരിഗണന മാത്രം. അത് ശരിയാണല്ലോ. അതെ, ശരിയാണ്. ചുളു അടിക്കണ കാര്യം മാത്രം ആലോചിച്ച് നടന്നാൽ മതി. പിന്നെ ചുളു കൊല്ലുട്ടാ ഞാൻ. 3 ആക്കട പണിയെടുപ്പിച്ചിട്ടാ പന്നി പറയണേ. ശമ്പള വർധനവില്ലേലും കുഴപ്പമില്ല, ആ റിസ്ക് അലവൻസ് ഒന്ന് കൂട്ടി തന്നാൽ മതി. ഇല്ലെങ്കിൽ തന്നുകൊണ്ടിരിക്കുന്ന ഈ അവഹേളനം ഒന്ന് വേണ്ടെന്ന് പറയാൻ അസോസിയേഷൻ തയ്യാറാവണം. മോനെ ബിനു, മറ്റുള്ള സർവീസ് സംഘടനയെ പോലെ നമ്മുടെ അസോസിയേഷനെ കാണല്ലേ. ഇത് പോലീസാ. സംഘടനയ്ക്കും അച്ചടക്കം ബാധക. അങ്ങനെയാണോ? നിന്റെ ഇവരെന്താ പറയണ? കാമുകനോട് പോകുന്നു? അറിയില്ല, ചോദിച്ചു തുടങ്ങിയിട്ടുള്ളൂ. നോക്കട്ടെ. മറ്റവനെ വിളിപ്പിക്കാൻ പ്രസാദ് സാറിൻ്റെ അടുത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സാറ്, എനിക്ക് നാളെ ലീവ് വേണം. ഹസ്സിൻ്റെ അമ്മാവൻ്റെ മോളുടെ കല്യാണമോ. അല്ല, ലീവ് വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നാളെ പള്ളി ഡ്യൂട്ടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ പോലെ 5 പേരെ വേണമെന്ന് പറഞ്ഞാൽ ഇടങ്ങറായി പോട്ടാ. വേറെ ആളില്ല. അയ്യോ സാറേ, അങ്ങനെ പറയല്ലേ. നാളെ എന്ത് സംഭവിച്ചാലും എനിക്ക് ലീവ് വേണം. അവർ ഓൾറെഡി പോയി കഴിഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് പോകണം. പുള്ളിക്കാരൻ്റെ കൂടെ പോകാത്തതിന് ഇപ്പം തന്നെ കട്ട കലിപ്പിലാണ്. എനിക്കൊരു ഡേ ഓഫ് വന്നാൽ മതി സാറേ. നോക്കട്ടെ, പേപ്പർ എഴുതി വയ്ക്കി. പോയിട്ടെന്താ സാറേ? അത് IP പറഞ്ഞ പോലെ തന്നെയാ. ആ തണ്ടിയാ കലേശൻ. അവനെ നല്ലൊരു പണിയുടെ കുറവുണ്ട്. ഞങ്ങളെത്തിയപ്പോഴേക്കും അവൻ്റെ വീരൊക്കെ ചോർന്നു. നാട്ടുകാരൊന്ന് ചെറുതായിട്ട് പഞ്ഞി കിട്ടുന്നാ തോന്നണേ. നമ്മൾ പോലീസുകാർ തല്ലാനല്ലേ കുഴപ്പമുള്ളൂ. അവനെ വിളിച്ചുകൊണ്ട് നാളെ രാവിലെ സ്റ്റേഷനിലേക്ക് വരാൻ അവൻ്റെ പെണ്ണുമ്പോഴോട് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ മനവസാരനൊന്ന് കൈകാര്യം ചെയ്തേരെ.
ചേട്ടനും പിള്ളേരൊക്കെ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഞാനത് വിശ്വസിച്ചിട്ടില്ല, അതുകൊണ്ടാ. അപ്പൊ സത്യം തന്നെ. ചേച്ചിക്ക് എത്ര വയസ്സായി? 55. ഇന്നത്തെ കാലത്ത് മനുഷ്യൻ 70 വയസ്സ് വരെ ജീവിച്ചാൽ ജീവിച്ചു എന്ന് പറയാം, അല്ലേ? അവൻ്റെ കാര്യം കേട്ടെടുത്തോളം ആളത്ര ശരിയല്ല. അല്ലെങ്കിൽ കുടുംബമായിട്ട് താമസിക്കുന്ന അയൽവാസിയായ ചേച്ചിയുടെ അടുത്ത് അവനിങ്ങനെ പെരുമാറുമോ? ആണുങ്ങൾ പല രീതിക്ക് വരെയും പോവുകയൊക്കെ ചെയ്യും. നമ്മൾ സ്ത്രീകൾ അതുപോലെ ആയാൽ പിന്നെ കാര്യങ്ങൾ എന്താവും? കൂട്ടിയാൽ കൂടാത്ത നഷ്ടാവില്ലേ? പെറ്റ പിള്ളേർ പോലും തിരിഞ്ഞു നോക്കാതാവില്ലേ? ഞാൻ പോലീസിലേക്ക് വന്നിട്ടൊരു 10-16 വർഷമായി. ഇതുപോലത്തെ ഒരുപാട് കേസുകൾ കണ്ടിട്ടുള്ളതുകൊണ്ട് പറയാം. ചേച്ചിക്ക് ഞാൻ പറയുന്ന വല്ലതും മനസ്സിലാവുണ്ടോ ആവോ? മനസ്സിലായി സാറേ. ഞാൻ അയാളുടെ കൂടെ ഒളിച്ചോടി പോകാനൊന്നും തീരുമാനിച്ചിട്ടില്ല. പോരെ? പിന്നെ ഈ പാവ മനുഷ്യന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു നടന്നിട്ട് ആ ചെറ്റയുടെ ബന്ധം തുടരാനോ? ഇയാളുടെ കാര്യം പോട്ടെ, നിങ്ങൾക്ക് 2 മക്കളില്ലേ? കല്യാണം കഴിഞ്ഞ ചെക്കനില്ലേ? അവർക്കൊന്നും സമൂഹത്തിലിറങ്ങി നടക്കണ്ടേ? ഒരു മോശപ്പെട്ട സ്ത്രീയാണ് അവരുടെ അമ്മ എന്ന് നാട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ ജീവിക്കും? അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? സാറിൻ്റെ ചോദ്യമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ ഞാനൊന്ന് പറയട്ടെ. ഈ മനുഷ്യൻ എന്നോട് സംസാരിച്ചിട്ട് എത്ര നാളായെന്ന് സാറൊന്ന് ചോദിച്ചോ? ഇല്ലല്ലോ. 5-6 വർഷമായി ഈ മനുഷ്യൻ എൻ്റെ മുഖത്ത് പോലും ഒന്ന് നോക്കിയിട്ട്. ഇല്ലാത്ത വിഷം എല്ലാം കൂടെ കുത്തിക്കയറ്റി സ്വന്തം മക്കൾ പോലും എന്നോടൊന്നും മിണ്ടാറില്ല. ഇതൊക്കെ ശരിയല്ലെന്ന് സാറിന് ചോദിച്ചു നോക്ക്. ആ വീട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടാ ജീവിക്കുന്നത്. ഒരു വേലക്കാരിയുടെ വില പോലും ഇവരാരും എനിക്ക് തരാറില്ല. എന്താ, ഞാനൊരു സ്ത്രീയല്ലേ? അല്ലേ? അതെ, ഒന്ന് പുറത്തു കിട്ടി. ഞാൻ പിള്ളേരോടൊന്ന് സംസാരിക്കട്ടെ. ചെല്ലു. ശ്രീമോറെ, ആ പറയുന്നു കൊണ്ടുപോകുന്നൊക്കെ കൊള്ളാം, തിരിച്ചു തരണം. ഒരു സാധനം കൊണ്ടുപോയി തിരിച്ചു തരില്ല. അതെ, വാ. ഇരിക്കും. അമ്മയും അയാളും തമ്മിലുള്ള ബന്ധം ഏകദേശമൊക്കെ സത്യം. അമ്മ ഒന്നും നിഷേധിച്ചിട്ടില്ല. പക്ഷെ ആ ബന്ധം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ അച്ഛനും അമ്മയും തമ്മിൽ എന്തോ കാര്യമായിട്ടുള്ള അകൽച്ച സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും ഇല്ല മാഡം, അതൊക്കെ അമ്മയുടെ തോന്നലാ. ആയിക്കോട്ടെ, പക്ഷേ ഈ മാറ്റം തുടങ്ങിയിട്ട് എത്ര നാളായി അമ്മയ്ക്ക്? അത് കുറച്ച് നാളായി. ഈ ബന്ധം തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല, അതുറപ്പാ. പക്ഷെ നിങ്ങളുടെ അച്ഛനും അമ്മയും തമ്മിൽ കാര്യമായിട്ടുള്ള എന്തോ ഇഷ്യൂ ഉണ്ട്. നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയോ? ഇല്ല മാഡം. നിനക്ക് വല്ലതും അറിയോ? ഇല്ല. എന്നാ ഉണ്ട്. അമ്മയുടെ നിങ്ങളോടുള്ള സമീപനം എങ്ങനെയാ? അത് കുറച്ച് കാലമായിട്ട് അമ്മയിൽ വല്ലാത്തൊരു ചേഞ്ച് ഉണ്ട്. അതൊക്കെയാ. പക്ഷേ പണ്ടൊന്നും ഞങ്ങളുടെ അമ്മ ഇങ്ങനെ ആയിരുന്നില്ല. വലിയ സ്നേഹമായിരുന്നു. ഇപ്പോൾ എല്ലാത്തിനും കുറ്റവും ബഹളവും മാത്രമേ ഉള്ളൂ. ഈ ഫുഡ് ഉണ്ടാക്കുന്നത് തന്നെ എന്താ പറയുക, സ്വാദൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ പിന്നെ എൻ്റെ വൈഫ് കിച്ചണിൽ കയറി തുടങ്ങി. അത് അതിലും വലിയ പ്രശ്നമായി. എന്നും വഴക്കാ. അങ്ങനെ പിന്നെ ഒരു രക്ഷയില്ലാണ്ട് ഞങ്ങൾ കാക്കനാടക്ക് സ്ഥലം മാറിയ. ഞങ്ങൾ രണ്ടുപേരും ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സൗകര്യം നോക്കി. പിന്നെ അമ്മയുടെ ഈ കാര്യങ്ങളൊന്നും വൈഫിനറിയില്ല. മാഡം, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മേനെ തിരിച്ചു വേണം. ഞാൻ നിങ്ങളുടെ അമ്മയോടൊന്ന് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കട്ടെ. നിങ്ങൾ പുറത്തു പറ്റി. ഓക്കെ.
സാർ ഒരു ഡേ ഓഫ്